പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. സ്വതസിദ്ധമായ പുഞ്ചിരി അതിൻ്റെ സ്ഥായി ഭാവമാണെങ്കിലും ഹൃദയം വേദന കൊണ്ട് നുറുങ്ങുകയാണ്. 2-3 ദിവസമായിട്ട് ദേവേന്ദു എന്ന് പറയുന്ന 2 വയസ്സായ ആ കുഞ്ഞിൻ്റെ മുഖം, അവളുടെ ചേതനയേറ്റ ശരീരം, അത് വേട്ടയാടുകയാണ്. ഇറ്റ് ഈസ് ഹോണ്ടിങ് മീ ലൈക്ക് എനിത്തിങ്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ജീവിക്കുന്ന ഒരു സാക്ഷര സമൂഹത്തിലാണ് ആ പൊന്നുമോളുടെ അമ്മയുടെ അമ്മാവൻ ഒരു മന്ത്രവാദിയുടെ നിർദ്ദേശം അനുസരിച്ച് അയാൾക്ക് ഉൾവിളി ഉണ്ടായത്രേ. ഉൾവിളി കേട്ടിട്ട് അയാൾ ആ കുഞ്ഞിനെ കൊന്നതാണ്. ഏതായാലും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ അയാൾ പലതും പറയുന്നുണ്ട്. കുറ്റം സമ്മതിച്ചു, അയാൾ തന്നെയാണ് കൊന്നത്. അപ്പോൾ അയാളത് പറയുന്നത് ഞാൻ എന്തിനു കൊന്നു എന്ന് ചോദിച്ചപ്പോൾ ഉൾവിളി എന്നാണ്. ഏതായാലും ഇവനെ ഇതിന് പ്രചോദിപ്പിച്ച ഒരു മന്ത്രവാദിയും കൂടെ അറസ്റ്റിലായി എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒരു പൂജാരിയാണ് ഇതിൻ്റെ പുറകിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നെന്മാറയിലെ ചെന്താമര 3 കൊലപാതകങ്ങൾ ചെയ്തതും, അടുത്ത ഒരു 3 ആളെ കൂടെ കൊല്ലാൻ ചെന്താമരയ്ക്ക് പദ്ധതി ഉണ്ടായിരുന്നു. അതും ഒരു മന്ത്രവാദിയുടെ, ഒരു ജ്യോത്സ്യൻ്റെ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ അതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നിരവധി കൊലപാതകങ്ങളുടെ ചുരുളുകൾ അന്വേഷിച്ച് പുറകോട്ട് പോയാൽ കൊല ചെയ്ത പ്രതികൾ പിടിക്കപ്പെടുന്നതോടുകൂടി അത് അവസാനിക്കുകയാണ്. പക്ഷേ പല കൊലപാതകങ്ങൾക്കും പ്രചോദനമാവുന്നത്, സ്പാർക്കാവുന്നത് ഇത്തരം മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും പണിക്കന്മാരും ഒക്കെയാണ്. അത് പ്രത്യേകമായ ഒരു സമൂഹത്തിൻ്റെ അല്ല കേട്ടോ. എല്ലാ മതസമൂഹങ്ങളിലും മതമില്ലാത്ത വ്യക്തികളിൽ വരെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിധിക്ക് വേണ്ടി, നല്ല കാലത്തിന് വേണ്ടി, ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട്, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി, അയൽവാസി നശിക്കാനായിട്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ, സഹോദരനെ, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഒക്കെ ബലി നൽകാനും, അതുപോലെ തന്നെ ബലി മാത്രമല്ല വിഷയം, ഇവിടെ പല ബന്ധങ്ങളും തകർന്നു പോകുന്നത് എനിക്ക് തന്നെ അറിയാം. ഞാനൊരു തികഞ്ഞ സാമൂഹ്യ ജീവിയായതുകൊണ്ട് ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഞാൻ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. പല കുടുംബ ബന്ധങ്ങളും ശിഥിലമാവുന്നതിൻ്റെ പുറവിൽ ഈ മന്ത്രവാദികളുടെ, ഈ പുരോഹിതന്മാരുടെ കാര്യമായ ഇടപെടലുകളുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടേക്കാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഞാൻ ഇത്തരുണത്തിൽ മഹാനായ മലയാളത്തിൻ്റെ പ്രവാചകനെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാനായ വയലാറിൻ്റെ മറ്റൊരു ഗാനം ഞാൻ ആലപിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. കലാതിവർത്തിയാണ് ആ പാട്ട്. അത് ഞാനിപ്പോൾ പാടും. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ബുദ്ധന്മാർ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ബുദ്ധനൊരു പ്രത്യേക റിലിജിയനെ പ്രതിനിധീകരിക്കുന്ന ആളല്ല കേട്ടോ. നമുക്ക് ബുദ്ധന്മാരാണ് വേണ്ടത്. സിദ്ധാർത്ഥ ബുദ്ധനെ പോലുള്ള നിരവധി ബുദ്ധന്മാർ നമ്മിൽ ഓരോരുത്തരിലും ഒരു ബുദ്ധൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ബുദ്ധനുണ്ട്. ഓരോ മനുഷ്യ ഹൃദയത്തിലും ബുദ്ധൻ ഉണർന്നിരിക്കുന്നുണ്ട്. പക്ഷെ ആ ബുദ്ധനെ നമ്മൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിന് നാം നൽകേണ്ട സന്ദേശം അതാണ്. പ്രിയപ്പെട്ടവരെ, ബിംബിസാരൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു പൗർണമി നാളിൽ ബുദ്ധൻ ചെന്നപ്പോൾ അവിടെ ഒരു ബലി നടക്കാൻ പോവുകയാണ്. ഒരു ആടിനെയാണ് ബലി നൽകാനായിട്ട് വെച്ചിട്ടുള്ളത്. ബലിപീഠത്തിൽ പൂജാരി വാളുമായി നിൽക്കുന്നു. ബിംബിസാരൻ അവിടെ ഉണ്ട്. പാരമ്പര്യമായ അവരുടെ ഒരു ചടങ്ങാണത്. പൗർണമി നാളിൽ ദേവപ്രീതിക്ക് വേണ്ടി ബുദ്ധൻ അങ്ങോട്ട് കയറുന്നു. അപ്പോൾ ബിംബിസാരൻ ബുദ്ധനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചക്രവർത്തി ബുദ്ധനെ സ്വീകരിച്ചു. അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ബുദ്ധൻ വളരെ വിനയത്തോടുകൂടി ബിംബിസാരനോട് ചോദിച്ചു, ആ ആടിനെ ബലി നൽകാൻ വെച്ചിരിക്കുകയാണോ? അതെ, അതിനെ ഞങ്ങളുടെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ദേവപ്രീതിക്ക് വേണ്ടി ബലി നൽകാനാണ്. എങ്കിൽ അങ്ങ് ആടിന് പകരം എന്നെ ബലി നൽകുക. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി ബലിപീഠത്തിൽ കിടക്കാം. കാരണം ആടിനെ അറിയില്ല എന്തിനു വേണ്ടി താൻ ബലി നൽകപ്പെടുന്നു എന്ന്. പക്ഷെ എനിക്കറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ ബലി നൽകുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ,
ബുദ്ധൻ പ്രശാന്തനായ, പുഞ്ചിരിക്കുന്ന, അനുകമ്പയുടെ, കാരുണ്യത്തിൻ്റെ എംബോഡിമെൻ്റ് ഓഫ് കമ്പാഷൻ ആണ് ബുദ്ധൻ. ആ മനുഷ്യരൂപം, ആ ബുദ്ധത്വം, സിദ്ധാർത്ഥ ബുദ്ധനാണ് നിർവ്വാണം പ്രാപിച്ചത്. പക്ഷേ ഓരോ മനുഷ്യൻ്റെ അകത്തും, സിദ്ധാർത്ഥൻ്റെ അകത്തൊരു ബുദ്ധനുണ്ടായിരുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം അകത്ത്, ഹൃദയത്തിൽ ബുദ്ധനുണ്ട്. ബുദ്ധനെ ഉണർത്തുക, ബുദ്ധനെ ആവിഷ്കരിക്കുക ജീവിതത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വയലാറിൻ്റെ അർത്ഥസമ്പുഷ്ടമായ, ആഴമുള്ള, ഹൃദയസ്പർശിയായ ആ ഗാനം. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. വെള്ളപൂശിയ ശവക്കല്ലറയിലെ വെളിച്ചപ്പാടുകളെ നിങ്ങൾ അമ്പലങ്ങൾ തീർത്തു, ആശ്രമങ്ങൾ തീർത്തു, 1000 പൊയ്മുഖങ്ങൾ തീർത്തു. ഈശ്വരൻ 1000 പൊയ്മുഖങ്ങൾ തീർത്തു. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. കൃഷ്ണനെ ചതിച്ചു, ബുദ്ധനെ ചതിച്ചു, ക്രിസ്തുദേവനെ ചതിച്ചു, നബിയെ ചതിച്ചു, മാർക്സിനെ ചതിച്ചു, നല്ലവരെന്നു നടിച്ചു. നിങ്ങൾ നല്ലവരെന്നു നടിച്ചു. കാവിച്ചൂറ്റിയ സന്ധ്യയ്ക്കു പിന്നിലെ കറുത്ത വാവുകളെ നിങ്ങൾ ഭാരത വേദാന്തം, അദ്വൈത വേദാന്തം, ഭഗവത്ഗീത കൊണ്ടു മറച്ചു. ഇത്ര നാൾ ഭഗവത്ഗീത കൊണ്ടു മറച്ചു. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല,